അർത്ഥനാരിയുടെ വേഷം അതെന്റെ ധീരത തന്നെയാണ്. കാരണം എനിക്ക് ഒട്ടും പറ്റാത്തൊരു ക്യാരക്ടറാണെന്ന് അതിന്റെ കഥ കേട്ടും പോലെ എനിക്ക് ഇങ്ങനെ മനസ്സിൽ വന്ന് കളിക്കുക. MG ശ്രീകുമാറിയുടെ എന്നോട് വന്ന് വീട്ടിൽ വന്ന് കഥ പറയുന്നത് ഹിജഡ ക്യാരക്ടർക്ക് എന്നെപ്പോലെ ഒരു മാൻലി ഇമേജ് ഉള്ള ആൾ എങ്ങനെ ചെയ്യും എന്നുള്ളൊരു പേടി. എനിക്ക് അങ്ങനത്തെ ഒരു ഇമേജ് ആണല്ലോ ഈ കണ്ണൂർ വസുവംശവും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ചെയ്തിട്ടേ. അപ്പൊ പോയിട്ട് ഞാൻ പോയിട്ട് സ്ത്രീ ആയിട്ട് എന്ത് എങ്ങനെയാന്നൊക്കെ പറയുന്ന ഒരു സാധനം എങ്ങനെ ചെയ്യും ഒപ്പിക്കുന്നത് എനിക്ക് ഭയങ്കര മാനസിക സംഘർഷമാണ് ചെയ്യുന്നവരെ. ഞാൻ ആദ്യം പിള്ളേർ ആകെ പറഞ്ഞൊരു കണ്ടീഷൻ, ചേട്ടാ ഇത് കേരളത്തിൽ എവിടെ ഷൂട്ടിംഗ് വെക്കുന്നത്? അത് ട്രിവാൻഡ്രത്ത്. ഞാൻ ചേട്ടാ പ്ലീസ് കേരളത്തിൽ ഒരു സ്ഥലത്തും ചേട്ടൻ ഈ പടം ഷൂട്ടിംഗ് വെക്കത്തില്ലെങ്കിൽ ഞാൻ ചെയ്യാം. ഇതാണ് ഞാൻ ആകെ പറഞ്ഞ കണ്ടീഷൻ. അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ ചേട്ടാ തമിഴ്നാട്ടിലോ അല്ലെ കർണാടകത്തിലോ എവിടെയെങ്കിലും കൊണ്ടുവെക്ക്, എനിക്കിവിടെ ഈ വേഷം കെട്ടി നിന്ന് എനിക്കത് ചെയ്യാൻ പാടും. ഒന്ന് നമുക്ക് ശരിയാവത്തില്ല. ആളുകൾ എന്തെങ്കിലും കമന്റൊക്കെ അടിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉള്ള കംപ്ലീറ്റ് ഇതും കൂടെ പോകും, കോൺഫിഡൻസ് പോകും. അതുകൊണ്ട് അപ്പോൾ നമുക്കറിയാം നമുക്ക് തെങ്കാശി ഷൂട്ടിംഗ് വെക്കാം. അങ്ങനെ കൺഫേം ചെയ്തിട്ടാണ് ആ പടം പോയി ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ചെങ്കുറ്റം തന്നെയായിരുന്നു ആ സിനിമ ഞാൻ ചെയ്തത്. കാരണം ഭയങ്കര ടഫായിട്ടുള്ള റോളാണ് ഈ ഹിജഡ ക്യാരക്ടർ എന്നൊക്കെ പറയുന്നത്. സ്ത്രൈണം, കംപ്ലീറ്റ്ലി സ്ത്രൈണം. സാരിയൊക്കെ കൊടുത്ത് പാടിപ്പാവടെ ഇട്ട് സാരി കൊടുത്ത് എല്ലാം മുടിയും കെട്ടി ഒക്കെ നിൽക്കുന്ന ചില ക്യാരക്ടേഴ്സ് ഒക്കെ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കണമെങ്കിൽ അത് മനോജേട്ടനെ കുറിച്ച് വെച്ചാൽ ആലോചിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറയും മനോജ് കെ ജി ഒരു വേഴ്സറ്റൈൽ ആക്ടറാണ്. അനന്തഭദ്രൻ തന്നെ മതി, പിന്നെ രാജമാണിക്യം, പിന്നെ ഈ അർദ്ധനാരി എടുത്താൽ മതി. അർദ്ധനാരി ഞാൻ കണ്ട സിനിമയാണ്, പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതിൽ ഓരോന്നും കാരണം നമുക്ക് അതിൽ കുറേ ആൾക്കാരെ വ്യത്യസ്തമായ വേഷത്തിൽ കാണാൻ പറ്റി. മനോജ് കെ ജി, മണിമ്പിള്ള രാജു ഇവരൊന്നും ചെയ്യാത്ത വേഷങ്ങളാണ്. പിന്നെ ഏറ്റവും ഇതായിട്ട് തോന്നി തിലകൻ ഒരു ഹിജഡായിട്ട് അഭിനയിക്കുന്നത് കണ്ടിട്ടേ ചിരിയും വന്നു. അതോടൊപ്പം തന്നെ അവരൊക്കെ എന്താ പറയുക, അവരൊക്കെ കഴിവിനെ സമ്മതിച്ചേ പറ്റുള്ളൂ. അവരൊക്കെ ലെജൻസ് തന്നെയാണ്. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യമാണ്, ഇവരൊക്കെ ഇങ്ങനെ ഓരോ വേഷം കെട്ടി നിൽക്കുമ്പോൾ ഈ ഷൂട്ടിംഗ് നമ്മളെ സിനിമയിൽ മാത്രമേ കാണുന്നുള്ളൂ. ഈ ഷൂട്ടിംഗ് കാണുന്ന ആൾക്കാരുടെ ഇടയിലൊക്കെ ഇവരെങ്ങനെ നിൽക്കണു അല്ലെങ്കിൽ എങ്ങനെ അഭിനയിക്കുന്നു എന്നൊക്കെയുള്ള കഥ കേട്ടോ. എന്തായാലും അർദ്ധനാരി കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ മഞ്ജുകേച്ചിന് ഒരു പ്രതിഭയെ ഒന്ന് വിഷയമാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ഈ വീഡിയോ കൂടെ ഞാൻ ചെയ്യുകയാണ്. FM നൽകിയ ഇന്റർവ്യൂ കേട്ടോ നമ്മുടെ മനോജ് കെയും സുധീഷൊക്കെ ഈ കഥകൾ പറഞ്ഞത്.